Audio Jungle. Audio Jungle. ഹലോ, ടേൽസ് ഓഫ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ കറിയാണ്. ചാളയും ചേമ്പും ആണ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ മീൻ ഞാനിവിടെ കഴുകി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 കഷ്ണം ചേമ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കഷ്ണം ഇഞ്ചി ചതച്ചതുണ്ട്, പിന്നെ 4 കഷ്ണം വെളുത്തുള്ളി ചതച്ചതുണ്ട്, പിന്നെ 6 ചുവന്നുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. 4 കഷ്ണം കുടംപുളി 1.5 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചേമ്പ് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഉലുവയും കടുകും ഇട്ടു. ഉലുവയും കടുകും പൊട്ടി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ചതച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയുടെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് ഇളക്കുന്നുണ്ട്. രണ്ടും വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ എടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പെല്ലാം നന്നായിട്ട് ചേമ്പിലേക്കും പിടിക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇനി പൊടികളായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന കുടംപുളി വെള്ളത്തിൽ നിന്ന് കുറച്ചൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. പുളിവെള്ളം എണ്ണ ഇതുപോലെ തെളിഞ്ഞു വരണം കേട്ടോ. ഈ ടൈമിൽ നമുക്ക് ബാലൻസ് ഇരിക്കുന്ന പുളിവെള്ളവും പുളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം മാറി പൊടിയെല്ലാം നന്നായിട്ട് വെന്ത് വരും കേട്ടോ. ഈ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതും തിളച്ച് ഇതുപോലെ കുറുകി വരും. ആ ടൈമിൽ വേണം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചേമ്പ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. കഷ്ണങ്ങൾ അത്യാവശ്യം വലുതാക്കി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ നന്നായി ചേമ്പ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഈ കറിയുടെ എല്ലാം പുളിയും ആ മീനിന്റെ ടേസ്റ്റും എല്ലാം കൂടെ ആവുമ്പോൾ ആ ചേമ്പ് കഷ്ണങ്ങൾ എടുത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് ചേമ്പ് ഇട്ട് കൊടുത്തത്. ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചേമ്പ് പകുതി വേവാകുമ്പോഴാണ് കേട്ടോ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ചേമ്പ് പകുതി വേവായിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 കഷ്ണം ഞാനൊന്ന് ഉടച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ചാളയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റി കറി വെക്കാനായിട്ട്. അപ്പൊ മീനിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. മീനും ചേമ്പും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചട്ടി എടുത്ത് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കയ്യിൽ ഫോണുള്ളതുകൊണ്ട് അത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തവി വെച്ചിളക്കാതെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതി. ലാസ്റ്റ് ഞാൻ ഒരു തണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ചട്ടിയിലായതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കാണാം. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ മീൻ കറി. കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ല. അതുപോലെ തന്നെ ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ചെറിയ ചേമ്പ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചും ഈ കറി തയ്യാറാക്കാം കേട്ടോ. ഇതിലും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ചെറിയ ചേമ്പാവുമ്പോൾ. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.